നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ ഒട്ടും കട്ടയില്ലാതെ സദ്യ സ്പെഷ്യൽ മോര് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പം മിക്സിയൊന്നും ഉപയോഗിക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, വെറും 3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി ചെറിയുള്ളി, 2 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 3 അല്ലി ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്ത് വരാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ സദ്യയിലേക്കുള്ള മോര് തയ്യാറാക്കണത്. അപ്പോൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് വരാം. നമ്മളിത് അരിഞ്ഞു വെച്ചതല്ലാതെ തന്നെ ഇതിനൊന്ന് ചതച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയിലാണ് എടുക്കുന്നത്. കുറച്ച് തണുത്ത മോരാണെങ്കിൽ നല്ലതായിരിക്കും. 1 കപ്പോളം പുളിയുള്ള കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിനെ വേണം നമുക്ക് മോരാക്കിയെടുക്കാൻ. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ സ്പൂണ് ഉപയോഗിച്ചാലും മതി. ഇത് സാധാരണ തൈര് കടയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ടിലൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ തൈര് കടഞ്ഞ് നെയ്യും വെണ്ണയൊക്കെ എടുക്കില്ലേ, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ മോരുണ്ടാക്കാൻ നല്ല പുളിയുള്ള ഇതുപോലെ കട്ടി തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ലൂസായിട്ടിരിക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എത്ര തിക്കായിട്ടിരിക്കുന്നോ അത്രയും കുറച്ച് ലൂസാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ 1 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി കേട്ടോ. ഒന്നിങ്ങനെ തിരിക്കുക, പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക, അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ട്രഡീഷണലായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തൈര് വെച്ച് നമുക്കിതുപോലെ മോര് ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ തന്നെ മോര് ഒഴിച്ചെടുക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം, എന്നാൽ ഒത്തിരി ലൂസാവുകയും ചെയ്യരുത്, ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുകയും ചെയ്യരുത് കേട്ടോ. വെള്ളം വേറെ തൈര് വേറെ. അപ്പോൾ ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചില്ലേ, ചതച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതാണ് ഇതിന് രുചി തരുന്നത്. ഇനി 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ചെറുനാരങ്ങ നീരാണ് കേട്ടോ, ഒരു ചെറുനാരങ്ങയുടെ പകുതി. അപ്പോൾ ഇത് നല്ല പുളിയും നല്ല രുചിയൊക്കെ ഉണ്ടാവും നമ്മളിതുപോലെ ചെറുനാരങ്ങ നീര് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതെല്ലാം ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ശരിക്കും നമ്മൾ അരിഞ്ഞിടുന്നേക്കാട്ടിലും ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും. ഇനി നമ്മളിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇത് കാണാനും പിന്നെ ഒരു പ്രത്യേക രുചിയാണ് ഇതിങ്ങനെ കടിക്കാനൊക്കെ. അപ്പോൾ ചെറിയ ഉള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില ഇങ്ങനെ അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ദഹനത്തിനും ദാഹത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രേ പണിയുള്ളൂ. പെട്ടെന്ന് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് പിന്നെ ഒന്ന് അരിച്ചെടുത്താൽ മതി. എങ്ങനെ വേണേലും മോരുണ്ടാക്കിയെടുക്കാം. ട്രഡീഷണലായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എരിവും അതുപോലെ തന്നെ നല്ല മണവും കുറച്ച് തണുപ്പൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മോര് ഇവിടെ റെഡിയാണ്. കുറച്ചും കൂടെ നമ്മൾ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോര് ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ സദ്യയിൽ ഉണ്ടാക്കുന്ന മോര് ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഓണത്തിന്. വളരെ എളുപ്പമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.